ഹായ് ഡിയേഴ്സ്. അപ്പോഴേ ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ബിസിനസ് സംബന്ധമായ ഒരു ആവശ്യത്തിന് തമിഴ്നാട്ടിൽ തിരുപ്പൂരിലേക്കുള്ള യാത്രയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ മറ്റൊരു ഫ്രണ്ടായ മനീഷ് അവൻ്റെ നാട്ടിൽ ഒന്ന് പോയാൽ മതിയെന്ന് പറഞ്ഞ് അവൻ്റെ നാട്ടിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച്. അപ്പോൾ അവൻ നാടിനെ പറ്റി പുകഴ്ത്തി പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് തള്ളായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ചെന്ന് കണ്ടപ്പോഴല്ലേ കേരളത്തിൽ ഇമ്മാതിരി സ്ഥലങ്ങളുണ്ടെന്ന് മനസ്സിലാവുന്നത്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം ഉണ്ടാ. പാലക്കാട് ജില്ലയിൽ പാലക്ക എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോഴേ തനി നാടൻ നെല്ലിക്ക എറിഞ്ഞ് വീഴ്ത്തുക പരിപാടി നമ്മ അടാ. ഞങ്ങളിപ്പോൾ നെല്ലിക്ക ഉണ്ടല്ലോ, നെല്ലിക്ക മരത്തിൽ വന്ന് കാട്ടുനെല്ലിക്ക എറിഞ്ഞ് വീഴ്ത്തണടാ. ബിയാസ് അവൻ്റെ ചെറുപ്പകാലത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. വടിയും കല്ലൊക്കെ ആയിട്ട് ഏറി തുടങ്ങി. നമ്മളെ പ്രിയ കൂട്ടുകാരൻ മനീഷ് നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഒരു അടിപൊളി സ്ഥലത്താണ്. പ്രത്യേകതരം സ്ഥലം. ഒരു മനുഷ്യനും ഇല്ല ഇവിടെ. ഒരു മനുഷ്യനില്ലാത്ത കിടില ബൈബിൾ സ്ഥലത്ത് നമ്മൾ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. എന്തേ അപ്പൊക്കെ അവിടെ നിന്ന് കാടിൻ്റെ ഉള്ളിൽ നിന്ന് വാവ്. കാടിനുള്ളിലുള്ള വാട്ടർഫാൾസിലേക്കുള്ള യാത്രയിലാണ്. ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല, അപ്പം നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ഭംഗിയുള്ള ഈ സ്ഥലത്തെ ഞങ്ങൾ ഈ ചെന്ന സമയത്ത് ഞങ്ങളല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആളുകൾ ഇനി അറിയാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ മറ്റുള്ള സമയത്ത് വരുന്നുണ്ടോ എന്നറിയില്ല. അപ്പോഴേ ഈ വാട്ടർഫോൾസും കുളിക്കാനുള്ള സെറ്റപ്പ് കണ്ടപ്പോഴേ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് വിദേശത്തുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ഗഫൂനെയാണ്. അദ്ദേഹമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹിഡൻ സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി നമ്മളെ ആ ഒരു എൻ്റർടൈൻമെൻറ്റിലേക്ക് കൊണ്ടുപോകാറുള്ളത്. എന്തായാലും അദ്ദേഹമായിട്ട് ഇങ്ങോട്ട് വരണം, ഗുഫയായിട്ട് ഈ സ്ഥലത്തേക്ക് വരണം. നമ്മൾ ട്രിപ്പൊക്കെ ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും ഇതൊരു വെറൈറ്റി തന്നെ ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, ഗംഭീരം. ഈ ഒരു സ്പോട്ടിൽ ചമ്പ്രം പടിഞ്ഞ് സുഖാസനത്തിൽ ഇരുന്നപ്പോഴേ വല്ലാത്തൊരു റിലാക്സേഷൻ ആയിരുന്നു കേട്ടോ. എത്ര ടൈമായി ഇരുന്നെന്നറിയില്ല. അടിപൊളിയായിരുന്നേ. കാടും അതിനോട് ചേർന്നുള്ള ഇത്തരത്തിലുള്ള വാട്ടർഫാൾസൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും വരേണ്ട, എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.